Alina ma'am, over to you. Hi, thank you, Fasiha. I am seeing some hands up, so I do not know whether you want to ask me some questions or not. If not, then you can just, yeah, thank you. So do you want me to speak in English or in Malayalam? Malayalam, ma'am. Malayalam. Okay. Okay, both languages. Okay. So no problem. സോ കുറച്ച് ദിവസം മുമ്പാണ് എന്നെ ഇതിന്റെ ഭാരവാഹികൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അവസരത്തെ പറ്റി പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പഠിക്കാൻ വരുന്നവരോട് ഞാൻ എന്താണ് പറയുക എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു ചിന്ത എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഒരു ഡ്യൂറേഷൻ എടുത്തതിന് ശേഷം പഠിക്കാൻ തിരിച്ചു വരിക എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ കടമ്പ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിന് നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു വലിയ കയ്യടി തന്നെയാണുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തില് നീണ്ട ഇളവേളകൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിച്ച ഒരു സാഹചര്യം എനിക്കില്ല. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, ചിലപ്പം എനിക്ക് ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗ്യാപ്പ് ഇയർ എടുക്കുന്നതിനെ പറ്റി എനിക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ സെൽഫ് ഡൗട്ട് എന്നൊരു കാര്യത്തെ പറ്റി എനിക്ക് വളരെയധികം നന്നായിട്ട് അറിയാം. ഞാൻ എന്താണ്, അല്ലെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെ പറ്റി എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ എപ്പോഴും അതിനെപ്പറ്റി ഒരു ഡൗട്ട് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങുന്ന അടുത്ത ഒരു 10-45 മിനിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് I want to ask you something. So I want you all to write in the chat like who are you? പക്ഷേ അതിനകത്ത് നിങ്ങളുടെ പേര് പാടില്ല, നിങ്ങളുടെ ജോലി പാടില്ല, നിങ്ങൾ എവിടുന്ന് വരുന്നു എന്ന് പാടില്ല. നിങ്ങൾ എന്താണ് എന്നാണ് എനിക്കറിയേണ്ടത്. അത് ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് എഴുതാം, ഒരു വാക്കിൽ നിങ്ങൾക്ക് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ എന്നെ പറ്റി നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ I would say more like I am someone who values continuous learning, seeks to inspire others and strive to make a positive impact on the world. So you should not say anything about നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങൾ പഠിച്ചത് എന്താണ് എന്നൊന്നിനെ പറ്റി നിങ്ങൾ പറയണ്ട. ബട്ട് നിങ്ങൾ ഒരു കാര്യം എഴുതാം, ഹു ആർ യു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ചാറ്റിൽ എഴുതാം. വിൽ സി. Okay, Ibrahim, Safwana, I'm a good person. Smart girl. Perfect. Okay. We have 42 people here, so I'm expecting some more answers. Okay. I'm intelligent, I am a positive person, I'm a passionate learner, that's good. I'm a smart girl who is kind to everyone and with a positive mind. Nice. A homemaker who are working hard to reach a good career path. Great. Smart girl, I'm a person who likes to study. Yes. Positive thinker and a good listener. Yes, that's a good quality. A smart lady and a mom, hardworking lady. I would not, mom is more like a, given characteristics, right? So, നിങ്ങളെ പറ്റിയുള്ള ഇതിൽ വേണം പറയാൻ. So, mom is not an answer. Make dreams come true, continue with my passion. Who want to live with my dreams. Okay. I'm a girl who likes to study more and more and become a role model for my kids. Still, okay. Kind-hearted and try to make others kind. I want to improve myself and also brought up others. I'm a positive person. Okay, we have like quite a lot of answers. Mother and a homemaker. I'm a good person. Positive person. Okay. So, നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ആൻസേഴ്സ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുന്നതിനെ പറ്റി, അല്ലേ?
ഇതിനകത്ത് തന്നെ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട് ഐ എം പെർഫെക്റ്റ് എന്ന്. ലൈക് പെർഫെക്റ്റ് എന്ന് എഴുതി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാവോ? എന്ത് രീതിയിലാണ് നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ? So nobody wants to talk? Yes, please. I saw somebody's hands up, but nobody. Okay. Does anybody wants to explain why did you write like this? No? I can call somebody to explain. Should I do that? Okay. So, Lizzie Sony, you gave the first thumbs up. Okay, go ahead. Why did you write, I'm smart lady, mom, and a hardworking lady? Good evening, ma'am. Hi. because I'm smart lady. I'm telling. I'm proud of myself because I don't have any help from my parents' side. I don't have parents, so Okay, I'm sorry. I learned myself. So what? മലയാളത്തിൽ പറഞ്ഞോട്ടെ? Can I? Yeah, of course. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം. Yeah, sure. കാരണം ഞാനത് അവകാശപ്പെടുന്നത് എന്റെ കുട്ടിക്കാലം ഒരു അനാഥത്വം നിറഞ്ഞതാണ്. അപ്പോ ഏതൊരു കുട്ടിക്കും വേണ്ട ഒരു കെയറിങ്, ഒരു കെയർ ചെയ്യാനും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് നമ്മള് ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്താ വന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോ കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് എനിക്ക് ആ ഒരു നല്ലൊരു ഏജിൽ കിട്ടിയിട്ടില്ല. ഇപ്പോഴും എനിക്കിപ്പോ 46 വയസ്സായി, പക്ഷെ ഇപ്പോഴും ഞാൻ അത് പറയുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് വിങ്ങും. കാരണം ഞാൻ ഇന്നും ആ ഒരു ഫീൽ എനിക്കുണ്ട്. നമ്മൾ കിട്ടുന്നവരാ ഇപ്പോഴും 5 വയസ്സ് 6 വയസ്സായ കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ പോവാ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വാല്യൂ ആണ്, ഒരു പാരന്റ്സിന്റെ സപ്പോർട്ട്. പക്ഷെ അത് ഒരിക്കലും കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു വന്നപ്പോൾ ആ ഒരു വിദ്യാഭ്യാസം, ഇപ്പൊ ഇതിൽ ഒരുപാട് ഇന്നത്തെ ഒരു ചാലഞ്ച് തന്നെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു ടോപ്പിക് തന്നു, അത് നല്ലപോലെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാം. പക്ഷെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കൊരു അടിത്തറ ഇല്ലാത്തത് കൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു വിഷമം എനിക്കുണ്ട്. കാരണം എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ ഒരു അവസരം കിട്ടിയിട്ടില്ല. പിന്നീടാണ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഓരോ അവസരങ്ങൾ കിട്ടി തുടങ്ങിയത് പഠിക്കാൻ, നല്ലൊരു ജോലി. ഞാൻ ഇന്നൊരു ഡ്രൈവിംഗ് ടീച്ചറാണ്. ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നു. എന്റെ സ്ഥാപനത്തിന്റെ പേര് സഹദ മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ, ഇടപ്പള്ളി എറണാകുളത്താണ് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോ വിവാഹം കഴിച്ചു. എനിക്ക് 2 കുട്ടികളുണ്ട്. 2 മക്കളും വലിയ മക്കളാണ്. മൂത്ത മോള് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ഞാന് ബേസിക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാൻ സാക്ഷരതയുടെ ഒരു അവസരം, എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും പഠിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു അവസരം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഞാൻ എന്റെ ജോലിയുടെ ഒപ്പം തന്നെ, അതായത് എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് 2 കുട്ടികളുണ്ട്, എന്റെ ഭർത്താവ് വളരെ പാവപ്പെട്ട ഒരു വീട്ടില് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്വന്തമായിട്ട് തന്നെ കിടന്നും പൊരുതിയാണ് ജീവിതം തുടങ്ങിയത്. സീറോയിൽ നിന്നാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് നമ്മൾ കുട്ടികളെ നോക്കി പഠിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ നോക്കി വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലായിരുന്നു എന്റേത്. ഞാൻ കല്യാണം കഴിച്ചപ്പോ അതിനെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത്, അതായത് മുല കുടിക്കുന്ന കുട്ടി എന്ന് പറയും, എന്റെ മോൾക്ക് 2 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അംഗനവാടിയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടാണ് ജോലിക്ക് പോയി തുടങ്ങിയത്. അപ്പൊ എനിക്ക് അത് പറയുമ്പോ നാണക്കേടൊന്നുമില്ല, ഒരു അഭിമാനം തന്നെയാണ്. അത് നാണക്കേടേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അല്ല, ഞാൻ എന്താ വെച്ചാൽ ഞാൻ കുട്ടീനെ കൊണ്ട് അംഗനവാടിയിൽ ഇരുത്തി, ഞാൻ എന്നിട്ട് ഞാൻ വീട്ടു ജോലിക്കാണ് എന്റെ സ്റ്റാർട്ടിങ്. അതേ എനിക്ക് അറിയുള്ളൂ. ബേസിക് ആയിട്ട് നമുക്ക് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ജീവിക്കുന്ന നമുക്ക് ആ ഒരു ജോലിയെ അറിയുള്ളൂ. അങ്ങനെ വീട്ടു ജോലിക്കാണ് പോയി തുടങ്ങിയത്. അവിടെ നിന്ന് ജീവിതം തുടങ്ങി. പിന്നെയാണ് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ പഠിക്കാൻ പോയി. പിന്നെ എന്റെ ജോലിയുടെ ഓരോ സ്റ്റാൻഡേർഡ് മാറി മാറി വന്നു. കമ്പനികളിലെ ജോലിക്ക് പോയി, അങ്ങനെ അങ്ങനെ വന്ന് ലാസ്റ്റ് ഞാൻ എന്റെ 34-ാമത്തെ വയസ്സിലാണ് എനിക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടിയത്. ആ അവസരം ഞാൻ യൂട്ടിലൈസ് ചെയ്തു. സാക്ഷരതയിൽ ചേർന്നു. 4ഉം 7ഉം 10ഉം +1 +2. ഇപ്പൊ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 1 ഇയർ ഡിപ്ലോമ എടുത്തു. ഇന്നിപ്പോ ഞാൻ BA സോഷ്യോളജി ഡിഗ്രിക്ക് ഞാൻ ചേർന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു തൊഴിൽ കണ്ടെത്തി. ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. ഡ്രൈവിംഗ് പഠിച്ചു, പഠിപ്പിക്കാൻ തുടങ്ങി. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് എന്റെ ഭർത്താവിന് വളരെ വളരെ സപ്പോർട്ടായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റി. ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് എന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി. എന്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റി. അവരെ നല്ല നിലയ്ക്ക് എത്തിക്കാൻ പറ്റി. ഇന്നിപ്പോ ഞാൻ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായിട്ട് നിൽക്കുന്നു. നല്ല രീതിയിൽ നല്ല അത്യാവശ്യം ഇടപ്പള്ളിയിൽ നല്ലൊരു ടീച്ചർ എന്നുള്ള ഒരു നിലയിൽ ഞാൻ എന്റെ ലൈഫ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വളരെ, എനിക്കൊരു സെൽഫ് കോൺഫിഡൻസും ദൈവാനുഗ്രഹമാണ്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരവും കളയാതെ ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ അവകാശപ്പെടും, ഐ എം എ സ്ട്രോങ് ലേഡി. ഏതൊരു പ്രശ്നം വന്നാലും ഏത് പ്രശ്നം വന്നാലും തളരാതെ ദൈവം സഹായിച്ച് ഇത്രയും നാള് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് അവകാശപ്പെടും. താങ്ക് യു ലിസി, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, അത് ഇംഗ്ലീഷിൽ പറയാൻ പോയാൽ എത്തൂല. അത് നമുക്ക് കുഴപ്പമില്ല. ഞാനിപ്പോ കുറച്ചധികം നാളായിട്ട് പിന്നെ വിദേശത്തായതുകൊണ്ട് എന്റെ മലയാളത്തിൽ എനിക്ക് അത്രയും കാവ്യാത്മകമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിലേക്ക് മാറി മാറി പോകുന്നത്. ഐ എം സോറി അബൌട്ട് ദാറ്റ്. പക്ഷെ എല്ലാവരും ലിസി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പഠിക്കാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, പ്ലീസ്. അപ്പൊ അല്ല, അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും, ഇതുപോലൊക്കെ വരാൻ പറ്റും. ഒരിക്കലും സ്വപ്നത്തിൽ കണ്ടതല്ല. പക്ഷെ തമ്പുരാൻ തന്ന ഓരോ അവസരങ്ങള്, അത് മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ ഒരിക്കലും അത് ഇത് ചെയ്യാതെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി അത് ഉപയോഗിക്കപ്പെടുക. അപ്പൊ ഇത്രയും ഒരു അവസരം കിട്ടിയതിന് എനിക്ക് ഭയങ്കര ദൈവത്തോട് നന്ദി പറയുന്നു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ പിന്നെ വർക്കുകളും അതുപോലെ തന്നെ പഠനവും ഒക്കെ വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ ഡിഗ്രി പഠിച്ച് പാസ്സാവണം, അതാണ് എന്റെ ഒരു സ്വപ്നം. എല്ലാവർക്കും അതുപോലെ തന്നെ ഇതുപോലെ എല്ലാവരും ഇതേപോലെയുള്ള സ്റ്റോറികൾ ഉള്ളവരാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എല്ലാവരോടും ചോദിക്കാനുള്ള ഒരു ടൈം നമുക്കില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറീസ് ഇതിന്റെ ചാറ്റിൽ എഴുതാനുള്ള ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യാം. പക്ഷെ എനിക്ക് നിങ്ങളോട് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഇപ്പൊ ലിസി പറഞ്ഞു, ലിസിക്ക് പിന്നെ ഒത്തിരി ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ലിസി പഠിക്കുന്നത്, ലിസിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുകയാണ്, സോറി. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്നതിന് എന്നോടൊപ്പം പഠിക്കുന്ന പിള്ളേര് ഇപ്പം 40 വയസ്സുള്ള ലിസി ചേച്ചി പഠിക്കുന്നത് 20 വയസ്സുള്ള പിള്ളേരുടെ കൂടെ ആയിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ പഠിക്കാൻ ഇറങ്ങുമ്പം നമ്മുടെ മനസ്സിൽ ആകെപ്പാടെ, നമുക്ക് കയ്യിൽ ആകെപ്പാടെ ഉള്ളത് നമ്മുടെ ദൃഢനിശ്ചയം മാത്രമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്കിത് കഴിയുമോ കഴിയില്ലയോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, അല്ലെ?
അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, നിങ്ങളെ കൊണ്ട് ഈ ഡിഗ്രി കഴിയുമോ ഇല്ലയോ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ പാരന്റ്സ് ആകാം, നിങ്ങളുടെ ഭർത്താക്കന്മാരാവാം, പിള്ളേരാവാം, പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാവാം, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാവാം, അങ്ങനെ ആരാണെങ്കിലും നിങ്ങളോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടോ, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് ഇനിയിപ്പോ എന്നാ കാണിക്കാനാ? വയസ്സ് 10-40 ആയില്ലേ, 10-60 ഇനിയാണോ പഠിക്കാൻ പോകുന്നത്? ഇതൊക്കെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ അല്ലെ 10 വയസ്സുള്ളപ്പോ പിള്ളേര് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ, ഇനിയിപ്പോ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെ ഒത്തിരി തവണ നമ്മളോട് ഇതെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ നമുക്കും പലപ്പോഴും ഇതുപോലെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലും കടന്നുകൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇവിടം വരെയൊക്കെ എത്തി എനിക്കും ഇതുപോലത്തെ ചിന്തകൾ ഉണ്ടാവുമോ എന്ന്. ഞാൻ എൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഞാൻ വയനാട്ടിൽ എന്നാണ് വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ വയനാട്ടിലെ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഡിഗ്രി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ LICയുടെ ഏജന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മ വീട്ടിലെ തന്നെ ജോലിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ബാച്ചിലേഴ്സ് WMOയിൽ പഠിച്ചതിന് ശേഷം മാസ്റ്റേഴ്സ് തമിഴ്നാട്ടിലെ ഒരു ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ PhDക്ക് വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം വയനാട്ടിൽ തന്നെയാണ്. ഞാൻ പഠിച്ചത് ഒരു മലയാളം മീഡിയം സ്കൂളിലാണ്. എനിക്ക് നിങ്ങളെപ്പോലെ ഇത്രയും വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുള്ളിലാണ് വളരെയധികം ഇംഗ്ലീഷ് പറയാൻ നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് പറയോ പറയാതിരിക്കോ എന്നുള്ളത് ഒരു മാനദണ്ഡമല്ല. നമുക്ക് അറിയാവുന്നത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പറയാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് പിന്നെ തെറ്റുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിലും നമ്മുടെ സ്റ്റഡീസ് ആണെങ്കിലും വളരെയധികം ഇമ്പ്രൂവ് ആവുന്നത്. ഇപ്പൊ ഞാനിവിടെ നിന്നിട്ട് നിങ്ങളോട് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് എന്നോട് ചോദിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി ഓഫ് കൊളോൺ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു ഫസ്റ്റ് 200 യൂണിവേഴ്സിറ്റികളിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞാനിവിടെ പഠിച്ചതെന്ന് പറയുന്നത് വാനനിരീക്ഷണം, ആസ്ട്രോഫിസിക്സ് ആണ്. നമ്മൾ സൂര്യനും ചന്ദ്രനും അതുപോലെ ഗാലക്സികളും ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നു അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ PhD എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര് ജർമ്മൻസ് ആയിട്ടുള്ളവരുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, അതുപോലെ തന്നെ ഗ്രീസ്, US, ഇംഗ്ലണ്ട്, അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് വന്ന പലതരം ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ശരിക്കും നിൽക്കാൻ ഉള്ള അർഹത എനിക്കുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഓക്കെ, ഞങ്ങൾ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. അതായത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിൽ ബാക്കി എല്ലാവർക്കും വളരെയധികം കഴിവുണ്ട്, എനിക്ക് മാത്രമേ കഴിവ് കുറച്ചുള്ളൂ, എന്തെങ്കിലും ഒരു ദിവസം ഇവരിത് കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നുള്ള ഒരു നമ്മളെ പറ്റിയുള്ള, നമ്മുടെ കഴിവുകളെ പറ്റിയുള്ള ഒരു സംശയ രോഗം തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചാറ്റിൽ അതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. യെസ്, ഓക്കെ. യെസ്, ഗീത, ഗീത എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തിയതാണോ അതോ? ഓക്കെ, അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഒത്തിരി പേര് ചാറ്റിൽ എഴുതിയിട്ടുണ്ട് നമുക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട് എന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇതിനകത്ത് ഈ ഒരു സെഷനിൽ ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു തോട്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻപുട്ട് തരാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
നമ്മൾ ആരാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ ചാറ്റിൽ എഴുതൂ ഹൂ ആർ യു എന്നുള്ളത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ പറ്റി നിങ്ങൾ വളരെയധികം പെർഫെക്റ്റ് ആണ്, നിങ്ങൾ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളെ പറ്റി ഒത്തിരി കാര്യങ്ങൾ എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ ലിസി പറയുന്നത് വരെ കേട്ടു. ഇനി അടുത്ത എന്റെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഫേസ് ചെയ്യുന്ന ഏറ്റവും ലൈക്ക് ഇങ്ങനെയുള്ള ഒരു ഒബ്സ്റ്റക്കിൾ നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് എന്നാണ്. ഒരു വൺ വേർഡിലോ വൺ സെന്റൻസിലോ നിങ്ങൾക്ക് എഴുതാം. അതിൽ നിന്ന് ഒന്ന് രണ്ട് ആൾക്കാർക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ചിന്തിക്കാം ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. സോ ആർക്കെങ്കിലും ഓൾറെഡി പറയാനുള്ള ഇതുണ്ടോ, അതോ നമ്മൾ ചാറ്റിൽ ആരെങ്കിലും എഴുതുന്നവരെ വെയിറ്റ് ചെയ്യണോ? സുജീറ അഷ്റഫ്. പറയൂ, എന്തുകൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ തോന്നാറ്? എനിക്ക് അങ്ങനെ തോന്നാന്ന് വെച്ചാൽ, ഞാൻ ലിസി പറഞ്ഞ പോലെ ഞാൻ വലിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇപ്പം ഡിഗ്രി ചെയ്യുന്നത്. ഡിഗ്രി ചെയ്യാന്ന് വെച്ചാല് ഞാൻ ഓൾറെഡി ഒരു ഡിഗ്രി എടുത്ത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ ബ്രേക്കൗട്ട് ആയതാണ്, കല്യാണമായി. അപ്പൊ പിന്നെ ഞാനിപ്പോ അബ്രോഡാണ്, UAE-ലാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ് ആയിരുന്നു അന്ന് ഡിഗ്രി എടുത്തത്. ഡിഗ്രി ഇക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ് ആയിരുന്നു. ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അവിടെ കോളേജിൽ അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് നല്ല കോളേജിലേക്കൊന്നും പാരന്റ്സ് ഇതേപോലെ വിട്ടില്ല. പിന്നെ നിർബന്ധവശാൽ ഡിഗ്രി പഠിക്കണം എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. ഒരു BEd കാര്യത്തൊക്കെ ആണെന്നൊക്കെ ഉള്ളൊരു വലിയൊരു സ്വപ്നമായിരുന്നു എന്റെ ഫാദറിന്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ്. പക്ഷെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു BA ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട്. ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. പക്ഷെ ഇപ്പൊ എനിക്കൊന്നും അറിയില്ല, ബിഗ് സീറോ ആണ്. ഇപ്പൊ വീട്ടമ്മായില്ലേ, അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇപ്പൊ പഠിക്കുമ്പോഴ് മാം പറഞ്ഞ പോലെ പലപ്പോഴും തോന്നും, വായിക്കും. ആദ്യം ഫസ്റ്റ് പറയുകയാണെങ്കിൽ ICL എക്സാം ഫസ്റ്റ് നടത്തിയപ്പോഴും ഫുള്ള് ഇവിടെ കരച്ചിലായിരുന്നു. ഞാൻ പഠിച്ചിട്ട് കയറുന്നില്ല. അപ്പൊ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കുറെ കയറി. പിന്നെ കിച്ചണിൽ പോയിട്ട് ഭയങ്കര അപ്പൊ ഹസ്ബൻഡ് വന്ന് എന്നോട് ചെന്താ ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഹസ്ബൻഡ് ആദ്യം സപ്പോർട്ട് ചെയ്ത്, പിന്നെ എന്റെ സങ്കടം കൊണ്ട് എന്റെ ദേഷ്യം പിടിച്ചു. ഇനി ഇത്രയും ഇതായിട്ട് പിന്നെ എന്തിനാ ചേർന്നത്? ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ചേർന്നത്, ഇപ്പൊ ഇത് വലിയൊരു ദുരന്താണോ അവൻ ചോദിച്ചു. പിന്നത്തെ എക്സാംസ് ഒക്കെ കുഴപ്പമില്ല, കുറെയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ പഠിക്കണം, ഒരു ഡിഗ്രി ഹോൾഡർ ആണെന്നുള്ളത് വലിയൊരു സ്വപ്നമാണ്. ദൈവം സഹായിക്കുമോ എന്തോ അറിയില്ല. എഴുതണം. ലിസി പറഞ്ഞ പോലെ ഒരു ഡിഗ്രി ഹോൾഡർ ആണെന്നുണ്ട്, വലിയൊരു ആഗ്രഹമുണ്ട്. അതന്നെ. അതാണ്. ഈ 3 കുട്ടികളാണ്. എന്റെ മോള് ഇപ്പൊ ഓൾറെഡി ഫറൂഖ് കോളേജിൽ PG ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. മൂത്ത ആൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ ആള് +2 ആണ്. എല്ലാരും ഇവിടെ തന്നെയാണ്, UAE-ലാണ്. മോള് മാത്രം നാട്ടില് ഫറൂഖ് കോളേജിൽ പഠിക്കുകയാണ്. Nice. Okay, thank you, Sujira, for sharing. So anybody else want to share? ഞാൻ ചോദിച്ചത് നിങ്ങൾ ഫേസ് ചെയ്ത ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറ്റിയാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെൽഫ് ഡൗട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പം സുജീറ പറഞ്ഞത് പഠിക്കുന്ന സമയത്തായിരുന്നു. അത് പഠിക്കുന്ന സമയത്ത് തന്നെ ആവണമെന്നില്ല, അല്ലാത്ത സമയത്താണെങ്കിലും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച ഒത്തിരി സമയങ്ങളുണ്ടാവും. അതിനകത്ത് ഒന്ന് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചേ. ജുമാന മർസുഖ്, കൂടെ പഠിച്ചവരെല്ലാവർക്കും ജോലിയായി. അത് കാണുമ്പോൾ നല്ല നിരാശ തോന്നാറുണ്ടായിരുന്നു. പഠിക്കാൻ അത്രയും ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. കുട്ടികളോ അല്ലെങ്കിൽ പഠനം നിർത്തിയ ശേഷം വന്ന ഗ്യാപ്പോ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമല്ലായിരുന്നു. എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് അതിന് സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നു. മോസിന. യെസ്. ഹലോ മാം, ഞാന് ഇപ്പൊ മാം പറയുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. എനിക്ക് നെറ്റ് എഴുതുക, JRF എഴുതുക, PSC എടുക്കാന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ ബിഗ് സീറോ ആണ്, കാരണം എനിക്ക് ഇംഗ്ലീഷിൽ കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോ അതുകൊണ്ട് എനിക്ക് നേടാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ മാമിന്റെ ഈ ഒരു ഒറ്റ വേർഡ്സ് മതി, അപ്പൊ എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. എന്തോ അറിയില്ല, അറിയാതെ കണ്ണിന്ന് വെള്ളം വന്നു പോയി. കാരണം മാം ഇങ്ങനെ പറഞ്ഞപ്പോ അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഉള്ളിലെ വിശ്വാസം വന്നു. താങ്ക് യു മാം.
അയ്യോ അത് കേൾക്കുന്നതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് മോസിന. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, നമ്മൾ ജനിച്ച ഉടനെ നമുക്ക് മലയാളം അറിയത്തില്ലായിരുന്നു അല്ലെ. നമ്മൾ ഓരോ വർഷങ്ങൾ എടുത്ത് 5-6 വർഷം എടുത്ത് അതിനുശേഷമാണ് നമ്മൾ ഈ എന്ന് പറഞ്ഞു പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ വളരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോരോ ലാംഗ്വേജും അതിനനുസരിച്ച് സ്വായത്തമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നത് വളരെയധികം എന്താ പറയാ ഒരു മോശം കാര്യമായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനിവിടെ വന്ന് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഇവിടുത്തെ ജർമ്മൻ ഭാഷ അറിയത്തില്ല, എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നമ്മൾ ഇംഗ്ലീഷ് കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ നാട്ടിലിരുന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയും, നമുക്ക് മാത്രം അറിയത്തില്ല എന്ന് ചിന്തിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർക്കൊന്നും നമ്മുടെ അത്രയും പോലും ഇംഗ്ലീഷ് അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്നിട്ടും ഇവരെല്ലാവരും നമുക്കറിയത്തില്ലെങ്കിൽ നമുക്ക് പഠിക്കാം എന്നുള്ള ഒരു മനസ്സുമായിട്ട് ഇവരെല്ലാവരും വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഇവിടെ PhDക്ക് ശേഷം ഞാനിവിടെ ജർമ്മൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഈ ജർമ്മൻ ക്ലാസ്സിൽ അസർബൈജാനിൽ നിന്നും തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും ഇറാഖ്, സിറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യുദ്ധം കാരണം കുടിയേറി വന്നു കഴിഞ്ഞാൽ റെഫ്യൂജീസ് ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ജർമ്മൻ പഠിക്കുന്ന ക്ലാസ്സിലുള്ളത്. ഇതിൽ പലരും 10, 12, 20 വർഷമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അവർക്കെല്ലാം ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോലും ഇല്ല. അതായത് അവര് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവരെല്ലാം തോക്കെടുത്തും വാളെടുത്തും ഇവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിൽ ഇറങ്ങേണ്ടി വന്നതുകൊണ്ട് പലർക്കും ഇതിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റിയില്ല. അതിലല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവര് ഒരു 6 മാസത്തിനടുത്ത് പല വഴികളിലൂടെ നടന്നും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും 100 പേര് തുടങ്ങിയിട്ട് 10 പേര് മാത്രം ജർമ്മനിയിൽ എത്തി ഒത്തിരി കഥകൾ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള അത്രയും ബുദ്ധിമുട്ടിയ സർക്കംസ്റ്റാൻസസിൽ നിന്ന് വന്നിട്ട് പോലും അവരിവിടെ വന്ന് രാവിലെയും വൈകുന്നേരവും 2, 3 ജോലികൾ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ കിട്ടുന്ന 3 മണിക്കൂറാണ് ഇവര് എന്റെ കൂടെ ഇരുന്ന് ജർമ്മൻ പഠിക്കുന്നത്. ഇവര് ഓരോ ക്ലാസ്സിലും അവർ അത്രമാത്രം കഷ്ടപ്പെട്ടു. അവർക്ക് എൻ്റെ ക്ലാസ്സിൽ ഹുദ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 62 വയസ്സുണ്ട്. ഓക്കെ, അവർക്ക് ഡയബറ്റീസ് ആണ്. അതുപോലെ തന്നെ അവരിങ്ങനെ എഴുതുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ വിറയ്ക്കും. ഇപ്പൊ നമ്മൾ ഓരോ ലെറ്റർ ഇപ്പൊ A എന്ന് എഴുതുവാണെങ്കിൽ ആ Aക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വര വരയ്ക്കാൻ പറ്റത്തില്ല. എല്ലാം ഇങ്ങനെ കുനുകുനുന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാം വിറച്ചാണ് എഴുതുന്നത്. അത്രയും വയ്യാതായിട്ട് പോലും 62ാമത്തെ വയസ്സിൽ അവർ ജർമ്മൻ പഠിക്കുന്നുണ്ട്. കാരണം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു ഡിഗ്രി +2 പാസ്സാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. ഇവിടുത്തെ പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അവർ കഴിഞ്ഞ ഒരു വർഷത്തിന് മേലെയായിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 1 വർഷം പഠിച്ചിട്ട് അവരിപ്പം A2 ലെവൽ, അതായത് നമ്മൾ ABCD കൂട്ടി വായിക്കാനുള്ള ലെവലിലേക്ക് ആയിട്ടേ ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും അവര് വീട്ടിൽ പോവും, അവര് കഷ്ടപ്പെടും, അവര് ഈ കയ്യിൽ പേനയൊക്കെ പിടിക്കാൻ വളരെ പാടാണ്. നമ്മൾ ബോർഡിൽ എന്തെങ്കിലും എഴുതിയാൽ അത് വായിച്ചിട്ട് അത് നോട്ട്ബുക്കിലേക്ക് എഴുതാനും വളരെ പാടാണ്. എന്നാലും അവര് സമയമെടുത്ത് അത് എഴുതി അത് പഠിച്ച് അവര് ഓരോ ലെവലായിട്ട് പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയൊന്നും ബുദ്ധിമുട്ട് നമുക്കില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ലെവലുകൾ വളരെയധികം ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പം ഇപ്പൊ ലിസി പറഞ്ഞതുപോലെ ഞാൻ ഇത്രയൊക്കെ ചെയ്തു, അതുകൊണ്ട് അത് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് അതിനെപ്പറ്റി ഒത്തിരി അഭിമാനമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പറ്റി തോന്നണം. അപ്പോഴാണ് നമ്മുടെ സെൽഫ് ഡൗട്ടിനോട് നമുക്ക് ഒരു പരിധിക്ക് മാറ്റിവെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിനകത്ത് വേറെ ആർക്കെങ്കിലും അവരുടെ ഷെയർ ചെയ്യാനുണ്ടോ എക്സ്പീരിയൻസ്? ഫരീഷ ബിൻ ഫാസിൽ, ആരാണ് ഫരീഷയെ കമ്പാരിസൺ ചെയ്യുന്നത്? ഓക്കെ, നോ വറീസ്. It's okay, Farisha.
പരീക്ഷ പറയുന്ന പരീക്ഷ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാണ്, അതിന്റെ ഇടയിലാണ് നമ്മളടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാം. വേറെ ആർക്കാണ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ളത്? ആരെങ്കിലും ഇല്ല? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അതായത് നമുക്ക് നമ്മളെ പറ്റി സെൽഫ് ആയിട്ട് ഒരു ഡൗട്ട് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പൊ എല്ലാവരും പറയും വളരെ സിമ്പിൾ അല്ലേ, നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിക്കാതിരുന്നാ പോരെ. പക്ഷെ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുവാണ്, നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത നമ്മുടെ തലയിൽ നിന്ന് ഒരു വഴിക്കും ഇറങ്ങി പോകത്തില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അതിന്. പക്ഷേ അതിന് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്തിട്ട് വേറെ പല ചിന്തകളിലേക്കും പോകാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഇപ്പം സുജീറ പറഞ്ഞ പോലെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നെറ്റ് JRF ഒക്കെ എക്സാം എഴുതാൻ പറ്റുമോ എന്നതാണ് സുജീറയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് പ്രശ്നം? സുജീറയ്ക്ക് ലാംഗ്വേജ് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? ആണോ അല്ലയോ? ഓക്കെ, നിങ്ങൾ ഓക്കെ യെസ് എന്ന് പറയുന്നത് ഇവിടെ എത്തുന്നതിന് ഇത്രയും സമയം എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങളെ എല്ലാരും ഞാൻ പിന്നെ വർത്താനം പറഞ്ഞു ഓർക്കി കളഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ സുജീറയോട് നമ്മൾ എന്താണ് പറയാ, എന്താണ് സുജീറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ? എനി ഐഡിയാസ്? സുജീറയ്ക്ക് ഒരു ഐഡിയ ഉണ്ടോ? സുജീറയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടൈം എന്ന്? എന്റെ പ്രശ്നം ലാംഗ്വേജ് ആണ്. അപ്പൊ ലാംഗ്വേജ് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക, അത്ര അതായിരിക്കും ബെറ്റർ ആവാൻ തോന്നുന്നുണ്ട്. കാര്യം ഇംഗ്ലീഷിലൊക്കെ ആകുമ്പോൾ ICL ECL ഒക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആകെ കണ്ണു തള്ളും. പിന്നെ ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റാത്തൊരു ഇഷ്യൂസ്, അത് വലിയൊരു ഇഷ്യൂ ആണല്ലോ. അപ്പം മാക്സിമം റീഡ് ചെയ്യും, ടെക്സ്റ്റ് റീഡ് ചെയ്യുക, ഇംഗ്ലീഷ് റീഡ് ചെയ്യുക, ഇംഗ്ലീഷ് കേൾക്കുക, അതൊക്കെയാണ് വിചാരിക്കുന്നത്. കുറെയൊക്കെ നടക്കുന്നുണ്ട്, കുറെയൊന്നും നടക്കുന്നില്ല. ഓക്കെ, വേറെ സുജീറ പറയുന്നത് സുജീറ കുറെ കൂടി ഇംഗ്ലീഷ് കേൾക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ അത് ശ്രമിക്കും എന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊരു സൊല്യൂഷൻ? ലിസി പറയുന്നത് ലിസിക്കും ആ പ്രശ്നമുണ്ട്. അപ്പൊ ലിസിയുടെ സൊല്യൂഷൻ എന്താണ് ലിസി? എന്റേതെന്ന് വെച്ചാൽ നമ്മള് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നമുക്ക് പറ്റാത്തത്, നമുക്ക് പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നു, മറ്റുള്ളവർ നമ്മളോട് പറയുന്നു നിന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ആ കാര്യം തന്നെ കൂടുതൽ അത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. മാക്സിമം അത് നമ്മുടെ കയ്യിൽ ഒതുക്കിയെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതായത് നമ്മൾ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്ത് നമ്മൾ അതിനെ കുറേം കൂടി ബെറ്റർ ആവാൻ നമ്മൾ ശ്രമിക്കണം. എന്താണോ നമുക്ക് പറ്റില്ല എന്ന് മറ്റുള്ളവർ നമ്മൾ ഒരുപാട് അങ്ങനെ ഇൻസൾട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന്. പക്ഷെ എന്താണോ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നു, നമുക്ക് തോന്നുന്നു, അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് 10 ദിവസം കഴിഞ്ഞാലും കൈവഴങ്ങി വരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം. ആരാളെ? ജസീറ കറുമ്പൽ. ശരി, ഞാൻ ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഒരു പേരങ്ങ് വിളിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ജസീറയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാം ജസീനയാ? ഓക്കെ, ജസീന സംസാരിച്ചോളൂ. എന്തായിരുന്നു സബ്ജക്റ്റ്? ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ സുജീറ പറഞ്ഞു സുജീറയ്ക്ക് ഇംഗ്ലീഷില്
പഠിക്കാനാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയ ലാംഗ്വേജിനാണ് പ്രശ്നം. അതുകൊണ്ടാണ് സുജീറയ്ക്ക് പഠിക്കാനും അങ്ങോട്ട് അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുജീറയ്ക്ക് നമ്മൾ എന്ത് ഉപദേശമാണ് കൊടുക്കുക? സുജീറയുടെ എന്ത് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഒരു സൊല്യൂഷൻ ആയിട്ട് ജസീന പറയാം? സൊല്യൂഷന് ഇംഗ്ലീഷ് എപ്പോഴും ലിസണിങ് ചെയ്യുക, ഇംഗ്ലീഷ് സംസാരിക്കുക, അതിനുള്ള സംസാരിക്കാനുള്ള ഒരു ആളെ കണ്ടെത്തുക, ഫൈൻഡ് ചെയ്ത് അത് ഓക്കെ. കണ്ടുപിടിച്ച് പിന്നെ നമ്മളത് പിന്നെ ആ കാര്യം നടത്തിക്കുക. അതാ വേണ്ടത്. അതാണ് നമ്മൾ സ്മാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. കാരണം ഒരാള് നമ്മളെ മുമ്പിൽ കൊണ്ടുത്തരൂല ആളെ. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം. എന്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഒരാളോട് സംസാരിച്ചാൽ മാത്രമേ അത് പഠിക്കാൻ പറ്റൂ. അപ്പൊ ആ ആളെ നമ്മൾ കണ്ടെത്തി നമ്മൾ അത് പഠിച്ചിരിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളെ സ്മാർട്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മള് ആരും നമ്മളെ അത് നിനക്കിത് പഠിപ്പിച്ചു തരാൻ പഠിപ്പിക്കാൻ ആളുണ്ട് നമ്മളെ കയ്യിൽ ആരും കൊണ്ടുതരൂല ഒരു സംഗതി. നമ്മൾ അതിനെ തപ്പിപ്പിടിച്ച് തേടി കണ്ടെത്തി അത് ലേൺ ചെയ്യണം. അവിടെയാണ് വിജയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കാര്യവും ശ്രമിച്ചാൽ അവിടെ നമുക്ക് വിജയം എന്തായാലും വിജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാ മേഖലകളിലും. താങ്ക് യു ജസീന. ഇപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ കേട്ടതില് എല്ലാവരും പറയുന്നത് സുജീറ വീണ്ടും വീണ്ടും ഇംഗ്ലീഷ് കേൾക്കണം, വീണ്ടും വീണ്ടും എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ പറയാം. അതായത് സുജീറയ്ക്ക് ആദ്യം ഒരു ഡിഫൈൻ ആയിട്ടുള്ള ഒരു ഗോൾ വേണം. സുജീറ പറയാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, പക്ഷെ അതിനകത്തൊരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ഗോളായിട്ട് അതില്ല. സുജീറ അതിന് പകരം പറയുവാണ് എനിക്ക് പിന്നെ ആഴ്ചയിൽ 30 വാക്കുകൾ വെച്ച് ഇംഗ്ലീഷിൽ ഞാൻ പഠിക്കും. അതിനകത്തൊരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട്, ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ സുജീറയ്ക്ക് പറ്റുകയും ചെയ്യും. ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയുന്നതിനോട് ഇതിപ്പോ നമ്മള് ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന പോലെയാണ്. ആ ബിരിയാണി ഈദിന് വേണോ അതോ ക്രിസ്മസിന് വേണോ എന്ന് നമ്മൾ നേരത്തെ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഒന്നും കൂടി പോയി കേൾക്കാൻ പറ്റില്ല. ഹലോ ഹലോ മാം സോറി, ഒന്നും കൂടി ആ പറഞ്ഞ വാക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? എനിക്ക് കട്ടായി പോയി കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുജീറയ്ക്ക് ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾ വേണം, ഒരു ഒബ്ജക്റ്റീവ് വേണം. ആ ഗോൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, മെഷർ ചെയ്യാൻ പറ്റണം, അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റെലവെന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. നിങ്ങൾക്ക് അതിനെ സ്മാർട്ട് എന്ന് ഷോർട്ട് ആയിട്ട് വിളിക്കാം. അതായത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റെലവെന്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സുജീറ ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയുന്നതിന് പകരം ആഴ്ചയിൽ 30 വാക്കുകൾ വെച്ച് ഞാൻ ഇംഗ്ലീഷിന്റെ പഠിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോളുണ്ട്, മെഷർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ 30 വാക്കുകളാണ് പഠിക്കുന്നത്. ഒരാഴ്ചയിൽ 30 വാക്കുകൾ പഠിക്കുക എന്ന് വെച്ച് പറയുന്നത് നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഒരു ദിവസം 5 വാക്ക് 6 വാക്ക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. റെലവെന്റ് ആയിട്ടുള്ള സുജീറയുടെ പഠനവുമായി ബന്ധപ്പെട്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അതുപോലെ തന്നെ ഒരാഴ്ചയിലാണ് പറയുന്നത്, ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് സുജീറയുടെ പിന്നെ ഗോൾ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയായിരിക്കണം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഗോള് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ തലച്ചോറിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ ഒരാഴ്ച പഠിച്ചാൽ മതി, ആ ഒരാഴ്ചയിൽ 5 വാക്കുകൾ വെച്ച് ഓരോ ദിവസവും പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു ആഴ്ച കൊണ്ട് എനിക്ക് 35 വാക്കുകളായി. 10 ദിവസം ആകുമ്പോഴേക്കും എനിക്ക് 350 വാക്കുകളായി. ആ 350 വാക്കുകൾ സുജീറ അടുത്ത തവണ എക്സാം എഴുതുമ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പോഴാണ് സുജീറയ്ക്ക് അതൊരു ഈസി ആയിട്ടുള്ളത്. ഇത് അല്ലാതെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയുന്നത് നമ്മളൊരു ബിരിയാണി വെക്കണം എന്ന് പറയുന്ന പോലെയാണ്. അത് എന്ന് വെക്കണമെന്നോ എത്ര പേർക്ക് വെക്കണമെന്നോ പിന്നെ അതിനുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടോന്നോ എന്റെ വീട്ടില് പിന്നെ ഉള്ളി അരിയാനുള്ള കത്തി ഉണ്ടോന്ന് പോലും അറിയാതെ നമ്മൾ ബിരിയാണി വെക്കണം എന്ന് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിന് 10 പേര് വീട്ടിൽ വരും, ആ 10 പേർക്കും കൂടെ ഉച്ചയ്ക്ക് കഴിക്കാൻ നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനകത്തും ബിരിയാണി വെക്കണം എന്ന് ചിന്തിക്കുന്നതിനകത്തും ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
യെസ് മാം. ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സുചിര ചെയ്യേണ്ട അടുത്ത ഇതെന്താണ്? നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു. നമ്മൾ ആഴ്ചയിൽ 5 ദിവസം 5 വാക്കുകൾ വെച്ചിട്ട് ഓരോ ദിവസം 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ പോയിട്ട് നോക്കണം സുചിറയ്ക്ക് ഈ 5 വാക്കുകൾ പഠിക്കുന്നത് എവിടുന്നാ? ഡിക്ഷണറിയിൽ നിന്നാവാം, യൂട്യൂബിൽ നിന്നാവാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്നാവാം, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടാവാം, അങ്ങനെ എവിടുന്ന് വേണേലും പഠിക്കാം അല്ലേ? അപ്പൊ സുജീറ ഓരോ ദിവസവും ഓക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു ചാനലുണ്ട്, ആ ചാനൽ ഫോളോ ചെയ്ത് ഞാൻ 5 വാക്കുകൾ പഠിക്കും എന്നുള്ള രീതിയിൽ ആ വലിയൊരു ഗോളിനെ, ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഒരു ഗോളിനെ നമ്മൾ ചെറിയ ചെറിയ ഗോളുകളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യണം. ആ ഗോളുകളിൽ നിന്നാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. എപ്പോഴും പല തുള്ളി പെരുവെള്ളം എന്നല്ലേ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് വേണം എപ്പോഴും നോക്കാൻ. അല്ലാതെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ യമകണ്ഠൻ ടാസ്ക് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരമാണ് നമ്മൾ ഓക്കെ ഇന്നത്തെ ദിവസം നമ്മൾ 5 വാക്കുകൾ പഠിക്കും എന്നുള്ള രീതിയിൽ തുടങ്ങുന്നത്. ഇനി നിങ്ങൾ ഈ 5 വാക്ക് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒത്തിരി ഒബ്സ്റ്റക്കിൾസിനെ ഫേസ് ചെയ്യും. അതായത് ചിലപ്പോൾ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഈ വാക്കിന്റെ മീനിങ്ങോ യൂസേജോ നമുക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ വരും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗൂഗിൾ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഡുവലിംഗോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേര് ഞാൻ എഴുതി തരാം. ഡുവലിംഗോ ചാറ്റിൽ എഴുതിയിട്ടുണ്ട്. ഡുവലിംഗോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഇപ്പൊ നിഹമ്മത്ത് കേട്ടിട്ടുണ്ട്, വേറെ പലരും പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. നിഹമ്മത്ത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പലരും ഇല്ല. അപ്പൊ ഈ ഡുവലിംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാം, നമുക്ക് ജർമ്മൻ പഠിക്കാം, കൊറിയൻ പഠിക്കാം എന്ന് തുടങ്ങി പല പല ഭാഷകളും നമുക്ക് പഠിക്കാൻ പറ്റും. അതിപ്പം ഇംഗ്ലീഷ്, അറബിക്ക് പഠിക്കാം, അറബിക്ക് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് പഠിക്കാം, അങ്ങനെ ഏത് ഭാഷയിലും വേണേൽ പഠിക്കാം. മലയാളം അതിനകത്ത് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഗൂഗിളിലാണെങ്കിൽ പോലും ഗൂഗിളിൽ നിങ്ങൾ ഗൂഗിൾ എന്ന് അടിച്ചു കൊടുക്കൂലേ നമ്മുടെ വെബ് ബ്രൗസറിൽ, എന്നിട്ട് ഗൂഗിൾ തുറന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഏത് വാക്കാണോ അറിയണ്ടേ അതിന്റെ ആ വാക്ക്, ഇപ്പം പ്രെഡിക്റ്റീവ് എന്നാണെങ്കിൽ വാക്കെങ്കിൽ പ്രെഡിക്റ്റീവ് മീനിങ് എന്നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അതിന്റെ മീനിങ്ങും അതിനെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നും അതിന് കുറച്ച് എക്സാമ്പിളും എഴുതി തരും. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചാറ്റ് GPT ആണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചാറ്റ് GPT എന്ന് ഞാൻ ചാറ്റിൽ എഴുതിയിട്ടുണ്ട്. ചാറ്റ് GPT എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനകത്ത് നമ്മൾ പോയിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ ചുമ്മാ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ചാറ്റ് GPTയോട് ചോദിക്കുക. പലരും ഉപയോഗിച്ചവർ വരെയുണ്ട്. ഗുഡ്. അപ്പൊ നമ്മൾ ചാറ്റ് GPTയോട് ചോദിക്കുക ലൈക്ക് പ്രെഡിക്റ്റീവ്, വാട്ട് ഈസ് ദ മീനിങ്, ഹൗ ടു യൂസ് ഇറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് GPT നമുക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻസ് തരും, അതിന്റെ ഉത്തരങ്ങൾ തരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തരും. ഓക്കെ. പിന്നെ ഇനി ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഈ കിട്ടുന്ന ചാറ്റ് GPTയോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ കിട്ടുന്ന ഉത്തരങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ലെങ്കിലാണ് നമുക്ക് പ്രശ്നം വരിക. ഇപ്പം എസ്പെഷ്യലി ചാറ്റ് GPT ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതലും ഫ്രീ ആയിട്ടുള്ള വേർഷൻസ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ അതിൽ നിന്ന് ഉപയോഗിക്കുമ്പം അത് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണം എന്നില്ല. ഇപ്പൊ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ അവർ പറയുന്ന എല്ലാം ശരിയാവണമെന്നില്ല, നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഇന്നിപ്പം സുജീറ 5 വാക്ക് പഠിച്ചു, നാളെ 5 വാക്ക് പഠിച്ചു, മറ്റന്നാൾ 5 വാക്ക് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം മൂത്താപ്പാന്റെ വീട്ടിൽ കൊച്ചിന്റെ കല്യാണമാണ്. അപ്പൊ സുജീറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 5 വാക്ക് പഠിക്കാൻ പറ്റില്ല ഇല്ലേ? പോണ്ടേ? കല്യാണത്തിന് നമുക്ക് പോണം. അപ്പൊ സുജീറ ഇനിയിപ്പൊ ഈ 5 വാക്ക് പഠിച്ചില്ലാത്ത സ്ഥിതിക്ക് എന്റെ എല്ലാം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അന്ന് ആ കല്യാണത്തിന് പങ്കെടുക്കുക എന്നുള്ളത്, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ അതിന് പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെ? അപ്പം അതിനെന്ത് ചെയ്യണം? അന്നത്തെ 2 ദിവസം നമ്മൾ പഠിച്ചില്ല, അതുകൊണ്ട് മുമ്പത്തെ 2 ദിവസം നമ്മൾ എന്ത് ചെയ്യാ? 4 വാക്ക് കൂട്ടി പഠിച്ചോ. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം 4 വാക്ക് കൂട്ടി പഠിച്ചോ. പക്ഷേ ഞാൻ 3 ദിവസം പഠിച്ചു, ഇനിയിപ്പോ 3 ദിവസം ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് വയ്യ, ഇതിനിപ്പോ കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് ചിന്തിക്കാൻ പാടില്ല. അതിപ്പോ 1 ദിവസം ആണെങ്കിലും 2 ദിവസവും നമ്മൾ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന അടുത്ത ദിവസം തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ എപ്പോഴും
ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ പറ്റുന്ന സമയത്ത് പഠിക്കുക. ഇതിപ്പോ ഞാൻ സുജീറയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇത് വേറെ വേറെ പല കാര്യങ്ങളിലും ഇത് ഉപയോഗിക്കാം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സെൽഫ് ഡൗട്ട് വരുന്നത് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും കൊണ്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ്. നിങ്ങളുടെയൊക്കെ ഈ ഫോൺ ഉണ്ടല്ലോ, ഈ ഫോണിനകത്ത് ഒരു ആപ്പ് ഉണ്ട്, നോട്ട് പാഡ് അല്ലെങ്കിൽ നോട്ട് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ആപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം എഴുതാം, എന്നിട്ട് പറയാ ഞാൻ ഇന്നത്തെ ദിവസം ഇന്ന കാര്യം ചെയ്തു. ജസ്റ്റ് ഒരു കാര്യം, അതിനിപ്പോ നിങ്ങൾ പിന്നെ വീട്ടിലിരിക്കുന്ന ഒരു പേനയും 200 പേജിന്റെ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എഴുതിയാലും മതി. അല്ല നിങ്ങളുടെ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ എഴുതാം, എവിടെ വേണമെങ്കിലും എഴുതാം. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഓരോ ദിവസവും എടുത്തു നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഇതേപോലെ സെൽഫ് ഡൗട്ട് വരുമ്പോൾ നിങ്ങളൊരു 4 ആഴ്ച അല്ലെങ്കിൽ 5 ആഴ്ച മുമ്പുള്ള അത് മറിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ 21-ാം തീയതി ഇന്ന കാര്യം ചെയ്തു, 22-ാം തീയതി ഞാൻ 200 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കി, 31-ാം തീയതി ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ ലിസ്റ്റ് ചേച്ചി ആണെങ്കിൽ പറയും, ഓ കഴിഞ്ഞ മാസം എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചതിന് 200 പേരെ പഠിപ്പിച്ചതിൽ 100 പേര് പാസ്സായി, കൊള്ളാം. ഈ മാസം ഒരു 115 പേരെങ്കിലും പാസ്സാവണം അല്ലെ? അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓരോ ദിവസവും നമ്മൾ അല്ലേലും എന്നെ കൊണ്ടൊക്കെ പറ്റൂ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിയൊക്കെ പറഞ്ഞേ ശരിയാ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരമാണ് നമ്മൾ ഇത് എടുത്തിട്ട് എന്ത് ചെയ്യാ, ഓരോ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ എടാ കൊള്ളാം, നമ്മൾ പ്രോഗ്രസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, കൊള്ളാം കേട്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ തോന്നണം. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാനുള്ളത് തോന്നുക. അപ്പൊ നമ്മൾ പിന്നത്തെ മാസം എന്ത് ചെയ്യും, പിന്നത്തെ മാസം സുജീറ പറയും, കഴിഞ്ഞ മാസം ഞാൻ 5 വാക്ക് വെച്ച് പഠിച്ചു, ഈ മാസം ഞാൻ ഓരോ ദിവസവും 7 വാക്ക് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പം ഒരു പിന്നെ 3 മാസം കൊണ്ട് സുജീറ കുറെ പുതിയ വാക്കുകൾ പഠിച്ചു. അടുത്ത സെമിസ്റ്ററിൽ എക്സാം എഴുതാൻ വരുമ്പോൾ സുജീറയ്ക്ക് എന്ത് ചെയ്യേണ്ട, ഇംഗ്ലീഷിന്റെ ബുക്ക് കാണുമ്പോൾ സുജീറേന്റെ തല ഇറങ്ങണ്ട അല്ലേ? ഇതിനകത്ത് കുറേയധികം എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. നബ്ല, as a student I have more change in English, so learning English from Asman teachers. That's great. ഓക്കെ, നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയുന്നത് ഐ എം ട്രൈങ് വർക്കിംഗ് ഹാർഡ് എന്നാണ്. പക്ഷേ വർക്കിംഗ് ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുറെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ പോയിട്ട് ChatGPT-യോട് ചോദിക്കുകയാണ്, ChatGPT എനിക്ക് ഓരോ ദിവസവും 10 വാക്കുകൾ വെച്ച് പഠിക്കണം. അല്ലെങ്കിൽ ഗൂഗിളിലാണെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിളിനോട് ഗൂഗിൾ റിമൈൻഡ് മീ ടു ലേൺ 10 വേർഡ്സ് എ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഒരു സമയത്ത്, ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു 10 വാക്കുകൾ അയച്ചു തരും. നിങ്ങളുടെ പിന്നെ ഫോണിന്റെ സ്ക്രീനിൽ കാണിക്കും. ആ 10 വാക്കുകൾ ആ ദിവസത്തിലെ ആ സമയത്ത് നിങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒത്തിരി ടെക്നോളജിയിൽ ഇപ്പം വളർച്ച വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നോളജീസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഒത്തിരി അധികം യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് ഞാനായിട്ട് പറയുന്നതെന്ന് വിചാരിക്കണ്ട. എന്നാലും പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ, പ്രൊനൗൺസിയേഷൻ ആണോ, ഏതെങ്കിലും ഇംഗ്ലീഷ് ഗ്രാമർ സ്ട്രക്ചർ ആണോ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒത്തിരി വീഡിയോകൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട, നിങ്ങൾ യൂട്യൂബിൽ പോവാ, ടൈപ്പ് ചെയ്യുക. കുക്കിംഗ് ഷോസ് മാത്രമൊന്നുമല്ല, വേറെയും പല കാര്യങ്ങൾ യൂട്യൂബ് പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വല്ല പ്രോഗ്രാം ഒക്കെ എഴുതി പിന്നെ വലിയ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കണോ, അതുവരെയും യൂട്യൂബ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അങ്ങേ അറ്റം വരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന റിസോഴ്സസുകളും ഈ അസ്മാനിൽ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഫൈനലായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെ ക്ലാരിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
മാം പറഞ്ഞില്ലേ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ സ്മാർട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. അതെങ്ങനെയാ സ്മാർട്ട് വർക്ക്? ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവെന്റ് ആൻഡ് ടൈം ബൗണ്ട്. സ്മാർട്ട് നമ്മൾ അക്രോണിം ഇപ്പോഴാണ് പഠിച്ചത്. SMART. മാം ഒന്നും കൂടി ആ വാക്ക് പറഞ്ഞു. സ്പെസിഫിക്, മെഷറബിൾ, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവെന്റ് ആൻഡ് ടൈം ബൗണ്ട്. ഓക്കെ. You can write it in the chat. അതായത് നമ്മൾ പിന്നെ സുജീറയുടെ കേസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾ ഒരു ദിവസം ഇത്ര വേർഡ്സ് വെച്ച് പഠിക്കും. മെഷർ ചെയ്യാൻ പറ്റണം. അത് നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ ആയിരിക്കണം. അത് നമ്മുടെ ജീവിതമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം. അല്ലാതെ ഞാൻ പോയിട്ട് നാളെ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അമേരിക്കൻ സിറ്റിസൺസിന് മാത്രമേ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. ഞാൻ ഇന്ന സമയത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കും എന്ന് പറയണം. ഇത് നമ്മളൊരു കാര്യം കൃത്യത ഇല്ലാണ്ട് ചെയ്താൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റൂല. അതെ, വളരെയധികം കറക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ ചെയ്തിട്ടാണോ ഈ ഇരിക്കുന്നതെന്ന്. എന്റെ ജീവിതത്തിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് PhD വേണം എന്നൊരു തോട്ട് എന്റെ മനസ്സിൽ വരുന്നത്. അന്ന് എന്റെ വീട്ടില് എന്റെ ബെഡ്റൂമില് ഞാൻ എഴുന്നേൽക്കുമ്പോൾ നേരെ കാണുന്നത് ഡോക്ടർ അലീന ബേബി എന്നെഴുതിയ ഒരു പിന്നെ പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 16 വർഷം എടുത്തു ആ ഒരു സ്വപ്നം പൂർത്തിയായിട്ട് എന്റെ കയ്യിൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ 16 വർഷവും ഞാൻ ഓരോ വീടുകൾ മാറുമ്പോഴും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴും ഇത് എന്റെ ബെഡ്റൂമിൽ എപ്പോഴും ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള മെഷർ ചെയ്യാൻ പറ്റുന്ന അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഡ്രീം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് എന്നും കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അതുപോലെ യെസ്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അതൊരു വളരെ നല്ലൊരു ഐഡിയ ആണ്. ഡിഗ്രി തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു ഓറിയന്റേഷൻ ക്ലാസ് തരാറുണ്ട് മിസ്സേ. അപ്പൊ അതില് ഒരു സാറ് പറഞ്ഞൊരു കാര്യമാണത്. ആണല്ലേ? അത് വളരെ നല്ലതാണ്. അത് നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിലേക്കാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിലോ അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിലോ ഒക്കെ എന്റെ നമ്പർ ഇവിടെ അസ്മാന്റെ ഭാരവാഹികളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് കരിയറിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കുവാണ്, ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. ആൻഡ് ഐ വിഷ് യു ഓൾ വെരി ലക്ക്. And thank you so much, Asman, for inviting me. മിസ്സേ നല്ല ഇൻസ്പയറിംഗ് ആയിരുന്നു കേട്ടോ. ഇന്ന് ഇങ്ങനത്തെ ഒരു ക്ലാസ് അത്യാവശ്യമായിരുന്നു. കാരണം ഒന്ന് മൊത്തത്തില് ബുക്ക് എടുക്കാനൊക്കെ ഒരു മടിയുള്ള ദിവസമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ വളരെ ഉപകാരപ്പെട്ടു. താങ്ക്സ്. പിന്നെ ഇംഗ്ലീഷ് എങ്ങനെയാണ് ആ വാക്കുകൾ പഠിക്കേണ്ടതെന്നുള്ളത് ഒരു 5 വാക്ക് ലിസി പറയാൻ ഭയങ്കര കോൺഫിഡൻസ്. താങ്ക് യു. Okay. So thank you guys, and I have to leave.
ബൈ.